നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ ഗംഭീരമായി റിയാക്ട് ചെയ്തു. 1000-ലധികം ആളുകൾ അതിന് റെസ്പോണ്ട് ചെയ്തു. നിങ്ങളിലേക്ക് നമ്മുടെ ടീം കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് ബോൾഡ് മൈൻഡ്സ് ഫൗണ്ടേഷൻ. അതെന്താണെന്ന് അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ അയച്ചോളൂ. ബോൾഡ് മൈൻഡ്സ് ഫൗണ്ടേഷൻ ജീവിത വിജയത്തിനായി നിങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങൾ ഒരുക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അടിയിലും അതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പുതിയ വിഷയത്തിലേക്ക് കിടക്കാം. പലരും പറയുകയെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, രക്ഷപ്പെടണം, പക്ഷെ ഒന്നുമില്ല. ശരിക്കും ഒന്നുമില്ലേ? ആലോചിച്ച് നോക്കൂ, ഒന്നുമില്ലേ? രണ്ട് കാര്യങ്ങളുണ്ട്. സമയമുണ്ട്, എനർജിയുണ്ട്, അല്ലേ? നമ്മൾക്ക് ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എനർജി ഉള്ളതുകൊണ്ടല്ലേ. ഇനി നമ്മളെല്ലാം എന്താ നാളെ മരിക്കാൻ പോവാണോ? അല്ലല്ലോ. ദൈവത്തിൻ്റെ കയ്യിലാണെന്നൊക്കെ നമുക്ക് പറയാം കാഷ്വലി. പക്ഷേ നമുക്കിനിയും ജീവിതം അവശേഷിക്കുന്നുണ്ടല്ലേ നിങ്ങൾ പ്രതീക്ഷയോടെ ഈ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എത്രയാണോ അവശേഷിക്കുന്നത് അത്രയും സമയം നമുക്കുണ്ടല്ലോ, ഊർജവുമുണ്ട്. ചിലർക്ക് ഗംഭീരമായ ഊർജ്ജം ഉണ്ടാവും, ചിലർക്ക് അല്പം കുറവായിരിക്കും. എങ്കിലും രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്നുമില്ലെന്ന് പറയരുത്. ഈ രണ്ടും ഉപയോഗിച്ച് എങ്ങനെ ജീവിതം സെറ്റ് ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. സമയം എത്രയുണ്ട്? ആയുസിൻ്റെ സമയമല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു മനുഷ്യന് ഒരായുഷ്കാലം എത്രയാണെന്നറിയാവും. പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം, സമ്പാദിക്കാൻ പറ്റുന്ന സമയം ഒരു ആവറേജ് 40 വർഷമാണ്. നിങ്ങൾ ഈ ചാർട്ട് നോക്കുക. ഈ ചാർട്ടിൽ ഞാൻ ഒരു 20 വയസ്സ് മുതൽ നിങ്ങൾ 60 വയസ്സ് വരെ പ്രവർത്തിക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നു. ഐ റിപ്പീറ്റ്, ഇത് നിങ്ങളുടെ ആയുസിൻ്റെ ചാർട്ടല്ല, ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ടൈമാണ്. ഒരു 40 വർഷം നമ്മളെല്ലാവരും ആഗ്രഹങ്ങൾ നേടുന്നത്, സ്വപ്നങ്ങൾ നേടുന്നത്, അധ്വാനിക്കുന്നത്, സമ്പാദിക്കുന്നത്. ഇനി 60 വയസ്സിന് ശേഷം സമ്പാദിക്കുന്നവരില്ലേ? ഉണ്ട്. എങ്കിലും ഈ 40 വയസ്സ്, 50 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടല്ലോ, അത്ര ഡെപ്തിൽ അതിനും എക്സെപ്ഷൻസ് ഉണ്ടാവും. എങ്കിലും ആവറേജ് ഈ 40 വർഷമാണ്. അപ്പോൾ ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ 20 വയസ്സേ ആയുള്ളെങ്കിൽ നിങ്ങൾക്കിനി 12,000 ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട്. 40 വർഷവും അവശേഷിക്കുന്നുണ്ട്. ഈ 40 വർഷം എങ്ങനെ 12,000 ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം 300 ദിവസം ഇട്ടിട്ടുണ്ട്. 300 ദിവസം നമുക്ക് കിട്ടില്ല, കാരണം ശനിയും ഞായറും കൂട്ടിയാൽ തന്നെ നല്ലൊരു ദിവസം പോയി, അല്ലേ? ഇനി സെക്കൻഡ് സാറ്റർഡേ കൂട്ടിയാൽ ഒരു മാസം ചുരുങ്ങിയത് 4 ഞായറാഴ്ച വരും. മൊത്തം 52 ഞായറാഴ്ചകൾ വരും. അതിൻ്റെ പകുതിയുടെ പകുതി സെക്കൻഡ് സാറ്റർഡേ വരും. അപ്പോൾ തന്നെ 365 നിന്ന് 65 മേളിൽ പോയി. ഇനി ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, അങ്ങനെ കുറേ അവധി പോവും. പിന്നെ നമ്മൾ കേരളമായതുകൊണ്ട് നമ്മുടെ ദേശീയോത്സവങ്ങൾ, ഹർത്താൽ, ബന്ദ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 300 കിട്ടില്ല, എങ്കിലും കിടക്കട്ടെ 300. അപ്പോൾ 300 വെച്ച് 10 വർഷമായാൽ 3000 ദിവസം. അപ്പം നിങ്ങളുടെ പ്രായം 30 ആയിട്ടുണ്ടെങ്കിൽ 3000 ദിവസം കഴിഞ്ഞു. ഇതാ ചാർട്ട് നോക്കൂ, ബാക്കി 9000 ദിവസമുണ്ട്. അപ്പോൾ ഇനിയും സ്വപ്നം നേടിയിട്ടില്ലെങ്കിൽ പ്രായം 30 ആയെങ്കിൽ 3000 പോയി, എന്നാലും 9000 ഉണ്ട്. ഇനി പ്രായം 40 ആണെങ്കിലോ 6000 പോയി, ബാക്കി 6000 ഉണ്ട്, പകുതിയുണ്ട്. ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കൂ, കാരണം 40 വയസ്സാകുമ്പോഴാണ് സാധാരണഗതിയിൽ വകതിരിവ് എന്നൊരു സാധനം ഉണ്ടാവുക. അതുവരെയൊക്കെ ആവേശമായിരിക്കും, അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റത് ചെയ്യണം, മറിച്ച് ചെയ്യണം. 40 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രാരബ്ധമൊക്കെ ആയി അറിവും തിരിച്ചറിവൊക്കെ വന്ന് ഒന്ന് സമ്പാദിക്കണമെന്നുള്ള തോന്നലൊക്കെ വന്ന് ഇനി സമ്പാദിക്കാത്തതിനെക്കുറിച്ചൊരു ടെൻഷനൊക്കെ വരുന്ന പ്രായം 40 വയസ്സാണ്. അതുകൊണ്ടാണ് 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നല്ലവണ്ണം പെനിട്രേറ്റ് ചെയ്ത് കയറും. അതിൽ താഴെയുള്ളവർ അല്പം ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ, നമ്മളിത് കഴിഞ്ഞു പോകുന്നതല്ലേ, അല്ലേ? ഇനി 50 ആയെങ്കിൽ 9000 ദിവസം കഴിഞ്ഞു, 3000 ദിവസമേ ഉള്ളൂ. ഒന്നുണർന്ന് പ്രവർത്തിക്കണ്ടേ? ഈ 3000 ദിവസത്തെ ഇനി അങ്ങോട്ട് എത്ര രൂപയ്ക്ക് നിങ്ങൾ വിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലവിലുള്ള ബാധ്യത തീർക്കേണ്ടത്. ഇനി ബാധ്യതയൊന്നും ഇല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടേണ്ടത്. അപ്പോൾ സമയത്തെക്കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയോ? സമയം ഇൻഫിനിറ്റ് അല്ല, അതിനൊരു അളക്കാവുന്ന ലിമിറ്റ് കിടപ്പുണ്ട്. ഈ സമയത്തെയാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റായി പ്ലാൻ ചെയ്യേണ്ടത്. ഇനി ഈ സമയത്തിൽ നിന്നാണ് കേട്ടോ നിങ്ങൾ മാർക്ക് സുക്കൻബർഗിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഫേസ്ബുക്കിനും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്തിൽ നിന്നാണ്. ചിന്തിക്കുക.
ഈ സമയത്തെ എങ്ങനെ സംരക്ഷിക്കാം? ഈ സമയത്തെ സംരക്ഷിക്കാനായി നിങ്ങളുടെ സമയം ചോർത്തിക്കളയുന്ന എല്ലാ ആക്ടിവിറ്റികളിലും നിങ്ങൾ വിഡ്രോ ആവണം. അപ്പോൾ എങ്ങനെ ഈ ആക്ടിവിറ്റികൾ, ഏത് ആക്ടിവിറ്റികൾ വിഡ്രോ ആവണം, ഏത് ആക്ടിവിറ്റികൾ ഉറച്ചു നിൽക്കണം, എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളൊരു 1 വീക്ക് നിങ്ങളുടെ ആക്ടിവിറ്റികളെ മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എത്ര മണിയായി? അതിന് 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഈ 2 മണിക്കൂർ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇതാണ് മോണിറ്ററിങ്. അപ്പോൾ ഒരു ദിവസം രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഞാൻ എന്തൊക്കെ ചെയ്തു. ഇതെല്ലാം ഒരു പേപ്പറിലേക്ക് കുറിച്ച് നോക്കുക. 3 കളർ പേന വാങ്ങുക. 3 കളർ പേന, പച്ച, നീല, ചുവപ്പ്. 3 പേജ് എടുക്കുക. 3 പേജ്. ഒരു പേജ് നിങ്ങൾ ഈ മോണിറ്റർ ചെയ്ത് ഐഡൻറ്റിഫൈ നിങ്ങളുടെ ആക്ടിവിറ്റികളുണ്ടല്ലോ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ചെയ്ത എല്ലാ ആക്ടിവിറ്റികളും എഴുതി വെച്ചേക്കാണ്. ഈ ആക്ടിവിറ്റികളിൽ നിങ്ങൾക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ, നിങ്ങൾക്ക് വരുമാനം തരാനായിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളെ കുട്ടികളെ സ്കൂളിൽ വിട്ടത്, അടുക്കളപ്പണി, വേറെ വൃത്തിയാക്കിയത്, ഇതെല്ലാം പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റികളാണ്. പ്രൊഡക്ടിവിറ്റിയുള്ള, ഉൽപ്പാദനക്ഷമതയുള്ള ആക്ടിവിറ്റികളാണ്. ഈ പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റികൾക്കെല്ലാം നിങ്ങൾ ഒരു നീല കളർ കൊടുക്കുക. നീല കളർ. ഓക്കെ. ഇനി അൺപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റികളുണ്ട്. അതെന്താണ്? നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടിയില്ല, എൻ്റർടൈൻമെൻറ്റ് മാത്രം തന്നു. വെറുതെ സ്ക്രോൾ ചെയ്തു, വെറുതെ കുന്നായ്മ പറഞ്ഞു, കുശുമ്പ് പറഞ്ഞു കളഞ്ഞു, ഈ ചാനൽ ചർച്ച കണ്ട് കളഞ്ഞു, TV സീരിയൽ കണ്ട് കളഞ്ഞു. എൻ്റർടൈൻമെൻറ്റ് കിട്ടിയോ? കിട്ടി. പക്ഷേ പ്രൊഡക്ടിവിറ്റിയോ ലൈഫിലേക്കൊന്നും കൂട്ടിച്ചേർക്കാത്ത കാര്യങ്ങൾ റെഡ് ഇട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി എന്താണ് പച്ച? നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെ നിങ്ങൾ ഇന്നലെ ചെയ്തോ അതെല്ലാം പച്ച. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജോലിയും ഈ സ്വപ്നങ്ങളിലേക്ക്, ഇത് രണ്ടും തമ്മിൽ നീലയും പച്ചയുമായി പോയത്? നോക്കൂ, നിങ്ങൾ പലപ്പോഴും സ്വപ്നങ്ങളിലേക്കുള്ള കാര്യങ്ങളല്ല ചെയ്യുക, ജീവിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്യുക. ജീവിതത്തെ ഒന്ന് പിടിച്ചു കെട്ടാനുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പലരും നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടിരിക്കുന്ന വലിയ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധയൊന്നും കൊടുക്കാതെ അന്നത്തെ അന്യത്തിന് ഓടുകയാണ്, അല്ലെ ഇന്ന് ബാങ്കിൽ അടയ്ക്കേണ്ട ലോണിന് വേണ്ടി ഓടുകയാണ്. അതൊന്നും ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനോടൊപ്പം തന്നെ ബാലൻസിങ് ആയിട്ട് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളുണ്ടല്ലോ, ആ വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ആക്ടിവിറ്റികൾ, നിങ്ങളുടെ വായന, നിങ്ങളുടെ പഠിത്തം, നിങ്ങൾ അതിലേക്ക് വേണ്ടി ചെയ്യുന്ന പ്ലാനിങ്, അതിലേക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം പച്ച കളറിലാവും. സമയം, ഊർജം, ഇതിനെ രണ്ടിനെയും ലൈഫിൽ ഏറ്റവും ബെസ്റ്റായി ഡിസൈൻ ചെയ്തൊരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ലാൽജീസ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റം. അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് നമ്മൾ ലൈവ് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു, കോഴിക്കോട് സംഘടിപ്പിച്ചു. ഇനി ജൂലൈ മാസം 11-ാം തീയതി ഞാൻ കൊല്ലത്തെത്താണ്. 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അവിടുന്ന് അങ്ങോട്ട് 21 ഡേയ്സ് മെഡിറ്റേഷൻ, അവിടുന്ന് അങ്ങോട്ട് 7 ദിവസത്തെ കോണ്ടന്റ് ലീഫ് മെഡിറ്റേഷൻ. എന്നും രാവിലെ 6 മണിക്ക് LLTSൻ്റെ ഭാഗമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, മെൻ്റൽ ആക്ടിവിറ്റീസ്, സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, അങ്ങനെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ, ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങളെ കടത്തിവിടാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ഈ ലൈവ് പ്രോഗ്രാം മസ്റ്റാണ്. ഇൻ ദാറ്റ് പ്രോഗ്രാം ഐ ആം ഡീലിംഗ് വിത്ത് എനർജി. നിങ്ങൾക്കറിയണ്ടേ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജത്തെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാമെന്ന്? സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ. ഈ ചാനലും എൻ്റെ ടീമും നിങ്ങളുടെ വിജയത്തിനായി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.